ആറന്മുള നിയോജക മണ്ഡലത്തിൽ കടുത്ത പ്രതിസന്ധിയിൽ ഇടത് വലത് മുന്നണികൾ. മന്ത്രി വീണ ജോർജിനെതിരായ പൊതുജന വികാരം ഇടതു മുന്നണിക്കും അബിൻ വർക്കിക്കുമെതിരായ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം വലതു മുന്നണിക്കും തലവേദനയായിരിക്കുകയാണ്. മണ്ഡലത്തിൽ മറ്റു മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാവാത്തതും മുന്നണികളെ പ്രതിസന്ധിയിലാക്കുന്നു. ഇടത് വലത് മുന്നണികൾക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് ആറന്മുള നിയോജക മണ്ഡലം. സിറ്റിംഗ് MLA വീണ ജോർജിന് പൊതുജന വികാരമെതിരാണ്. ആക്രമണ വിവാദങ്ങളും ആരോഗ്യമേഖലയിലെ തുടർവീഴ്ചകളും വീണ ജോർജിന്റെ പ്രതിച്ഛായയ്ക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. വീണയെ മത്സരിപ്പിക്കേണ്ടെന്ന് ഭർത്താവ് ജോർജ് ജോസഫ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മറ്റ് സ്ഥാനാർത്ഥികളില്ലാത്ത സാഹചര്യത്തിൽ വീണയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. മണ്ഡലത്തിലെ പ്രമുഖ CPM നേതാവ് A. പത്മകുമാർ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ജയിലിലായതും LDFനെ കടുത്ത പ്രതിരോധത്തിലാക്കി. UDF സ്ഥാനാർത്ഥിയായി അബിൻ വർക്കിയെയാണ് പാർട്ടി നേതൃത്വം ഉറപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അബിനെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ആവശ്യമില്ലെന്ന രീതിയിൽ അബിൻ വർക്കിക്കെതിരെ ജില്ലയുടെ പല ഭാഗങ്ങളിലും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. അബിൻ വർക്കിക്കെതിരായ പാർട്ടി പ്രവർത്തകരിലെ അസംതൃപ്തിയും വിഭാഗീയ പോരും ആറന്മുളയിൽ വലതുമുന്നണിയെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നു. ഇടത് വലത് മുന്നണികളുടെ പ്രതിസന്ധി ഘടകങ്ങളെ മുതലാക്കി മികച്ച സ്ഥാനാർത്ഥിയെ നിർത്താൻ തയ്യാറെടുക്കുകയാണ് NDA. ജനം, പത്തനംതിട്ട.